ബാക്ക് ടു കുഞ്ഞാസ് വ്ലോഗ്. നമ്മളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് യാത്ര തുടങ്ങുകയാണ്. ആലപ്പുഴ ബീച്ച് റിസോർട്ടിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ആലപ്പുഴ ബീച്ച്. ബീച്ചിനടുത്താണ് നമ്മൾ കോട്ടേജ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ 2 കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള ഇതൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മുടെ റിസോർട്ടിനോട് ചേർന്നുള്ളൊരു കൊച്ചു പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ. ബീച്ച് കണ്ട പാടെ ഒറ്റ ഓട്ടം വെച്ചു. ബീച്ചിന്റെ ഭംഗി ആസ്വദിച്ചുള്ള നടത്തത്തിലാണ് എല്ലാവരും. നിമൂസിന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ കേട്ടോ ഈ ബീച്ചിൽ കാണുന്ന. എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ശ്രീ ചേച്ചി അനീഷേട്ടനും അമ്മയൊക്കെ അതൊക്കെ കേട്ട് വട്ടം കൂടിയ ഒരു ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ മാക്സിമം ബീച്ച് അങ്ങ് എൻജോയ് ചെയ്ത് തീർക്കാമെന്ന് ഉദ്ദേശിച്ചു. ഭാവച്ചയാണെങ്കിൽ അവിടെ എന്തൊക്കെയോ എഴുതി കുറിക്കുന്നുണ്ട് കേട്ടോ. കടലമ്മ കള്ളിന്നാവും. അപ്പോഴും കിച്ചോടെ മണ്ണ് വെച്ചുള്ള എന്തൊക്കെയോ പരിപാടിയിലാണ്. ഞാനിപ്പോൾ ഒരു യോയോ ഒക്കെ പറഞ്ഞങ്ങ് നിൽക്കുവായിരുന്നു. തിര വന്നു, ഞാനും അവച്ച് ഓടി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബീച്ചിനടുത്തുള്ള ഒരു പാർക്കിലോട്ടാണ്. അവിടെ മൊത്തം ഒരു അടിപൊളി വൈബായിരുന്നു. അങ്ങനെ ഇരുട്ടും കടലും ഒക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ ആദ്യ ദിവസം അങ്ങ് തീർന്നു. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. അപ്പം ഞാൻ രാവിലെ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി ഇറങ്ങി. റിസോർട്ട് മുഴുവൻ എൻജോയ് ചെയ്തിട്ട് വേണം ഒന്ന് ബോട്ടിങ്ങിനും. അപ്പോഴും രാവിലെ കിച്ചു വന്ന് സീറ്റ് പിടിച്ചു കേട്ടോ. കിച്ചുവിന് പിന്നെ ഊഞ്ഞാല് വിട്ടിട്ട് കളിയില്ല, ആടടാ ആട്ടം. അപ്പം അടുത്ത് നമ്മൾ പോകുന്നത് ബോട്ടിങ്ങിനാണ് കേട്ടോ. ബോട്ടിലേക്ക് എല്ലാവരും കയറി കുട്ടനാടൻ കായലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു അടിപൊളി ബോട്ട് യാത്ര. ആറ്റിറ്റ്യൂഡ് പിടിച്ചിരിക്കുവായിരുന്നു. ആറ്റിറ്റ്യൂഡ് നമുക്കൊരു കളിയില്ലല്ലോ. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ബോട്ട് ചേട്ടൻ പറഞ്ഞത് ഇവിടെ പഴുതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന്. ആദ്യമായി പഴുതിനെ കണ്ട എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ മിമ്മൂസ്. ഉച്ചയ്ക്കാണെങ്കിൽ നല്ല മീൻകറി കൂട്ടൊരു അടിപൊളി ഊണ്, പിന്നെ താറാവും നല്ല പപ്പടവും കരിമീനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കായലിന്റെ തീരത്ത് തന്നെയാണ് കേട്ടോ ഈ ഹോട്ടലും. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും അടുത്തു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബോട്ട് ചേട്ടൻ. ഈ ചേട്ടൻ ഒരു പാവമാണ്. ആലപ്പുഴയെ കുറിച്ച് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു. അങ്ങനെ 4 മണിക്കൂറത്തെ കായലാത്രയൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഞങ്ങളങ്ങ് ഒത്തിരി രസിച്ചു, ചാടി ചാടി മടുത്തു. ഇതിന് മോഡേൺ ഡ്രസ്സിട്ട് കൊണ്ട് വാവച്ചിക്ക് മാതിരി ഇതിലൊന്നും കയറാൻ പറ്റില്ല. ഇതിൻ്റെ എല്ലാം ക്ഷീണം തീർത്തത് വാവച്ചി ആ കാളയിലാണ്. കാള തലങ്ങും വിലങ്ങും ഇട്ട് കുത്തുന്നുണ്ട്. പക്ഷെ വാവച്ചി തെറിക്കുന്നില്ല. കാരണം വാവച്ചി നല്ല പിടിച്ചങ്ങിരിക്കാൻ. കാളയിട്ട് കറക്കും നോക്കൂ. എൻ്റെ പോലെ എന്തൊക്കെ പരിപാടിയാണല്ലേ. അങ്ങനെ വാവച്ചിയുടെ മുന്നിൽ കാള സൊല്ലുണ്ട്. അടുത്ത അവസരം കിച്ചുവിൻ്റെ ആയിരുന്നു കേട്ടോ. കിച്ചുവിനെ 2 കറക്കം ഇറക്കിയതും കിച്ചു അതേ താഴെ കിടന്നു. അടുത്ത അവസരം എൻ്റെ ആയിരുന്നു. ഞാനാണെ കാളെ കയറി. കാളക്കെട്ട് എന്നെ ശരിക്കും ഇരിക്കാൻ പോലും കാള സമ്മതിച്ചില്ല. അതിന് മുന്നേ എന്നെ എടുത്ത് താഴെ. അങ്ങനെ ഞങ്ങൾ മൊത്തം അടിച്ചു പൊളിച്ചു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ ടൂർ അവസാനിച്ചു. അപ്പം നമുക്ക് സമയപരിധി മൂലം നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.